ഈ ചോറിൻ്റെ ഇതാ തമസ തന്നെയല്ല. കാരണം നമ്മൾ വില കൂടിയ അരിയായാലും എല്ലാവരും ശരി ഈ റേഷൻ കടയിൽ ഒന്ന് വെള്ളേരി ഉണ്ട്. ആ വെള്ളേരി വെള്ളം തിളച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഇടുക. ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക, 5-6 മിനിറ്റ് തിളപ്പിക്കുക, എടുത്ത് വെച്ചേക്കുക. അതിൻ്റെ ഇടയ്ക്ക് നോക്കണം, വെന്ത് പോവല്ല, ചിലപ്പോൾ വെന്ത് പോകും. കറക്റ്റായിട്ട് കണ്ടോ നമ്മൾ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് കണ്ടോ 3 പപ്പായ പഴുത്തത് ഇതിവിടെ ഇരിക്കുന്നത് കണ്ടപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്കൊന്ന് പോയേ. ചെറുപ്പത്തിലെ വീട്ടിൽ കപ്പളങ്ങ പഴുത്ത് കഴിഞ്ഞാൽ ഒരൊറ്റെണ്ണം പോലും ആർക്കും കിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചേട്ടായി നന്നായിട്ട് വെളുത്ത, എൻ്റെ മൂത്ത ആങ്ങളെ നന്നായിട്ട് നല്ല കളറുണ്ട്, ഞാൻ കറുത്തതും. അതിൻ്റെ കോംപ്ലക്സ് മാറ്റാൻ വേണ്ടി ഇത് മുഴുവൻ ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമായിരുന്നു. മഞ്ഞളൊക്കെ അരച്ച് തേക്കും. പക്ഷേ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കളറിലോ നിറത്തിലൊന്നും അല്ല കാര്യം, നല്ല മനുഷ്യനായിരിക്കുക എന്നതാണ് കാര്യം എന്ന് മനസ്സിലായത്. അന്ന് ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, ഈ നാച്ചുറലായി സാധനങ്ങളെല്ലാം ഫേസിലായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് നല്ല ഫ്രഷായിട്ട് ക്ലീനായിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പം കണ്ടില്ലേ, നിറച്ച് കാര്യം കുരു എല്ലാം വന്ന്. ഞാൻ ഒരു ഇതും യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇതുപോലെയുള്ള കുരുക്കളൊക്കെ വന്ന് മുഖമൊക്കെ എന്താ പോലെ വൃത്തികേടായിട്ടിരിക്കുന്നത് കണ്ടോ. ചൂട് ഉണ്ടായതോടുകൂടി വന്നതാണ്. ഇപ്പോൾ കപ്പളങ്ങ കണ്ടു കഴിഞ്ഞപ്പോൾ കപ്പളങ്ങ, ക്യാരറ്റ്, മഞ്ഞൾ ഒക്കെ എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. മുട്ടയുടെ വെള്ള എടുത്ത് ഫേസിലിട്ടിട്ട് മിണ്ടാതെ ഇരിക്കും. കുറേ നേരം കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പം ചെറു ചൂടുവെള്ളത്തിൽ പതുക്കെ തളിച്ച് നീക്കും. ഇതൊക്കെ എടാ ആ ആട്ടേനെ ഒന്ന് തോണ്ടിക്കളയോടാ. എടാ എന്തുവാടാ അതാ ചുട്ടുമണി. അയ്യോ ഇതെന്തോ ഇങ്ങനെ ഇരിക്കണേ. അപ്പം ശരി, ചുട്ടുമണി ഭയങ്കര ഇഷ്ടമാണ് കോഴികളെയൊക്കെ. ചുട്ടുമണി അതെൻ്റെ ഉമ്മാൻകുട്ടി. ആ കിടക്കണ അപ്പുറേന്നൊരു എന്നാ എവിടെ നിന്നാണ് ബ്ലഡ് വന്നേ? ഇതെങ്ങ് നോക്കും, ഒരുത്തി മതിലെ കയറി നിൽക്കുന്നേ. ചേട്ടൻ എവിടെ ഉണ്ടെങ്കിലും ഒരു 10 കോഴി ചേട്ടനും ചുറ്റും എപ്പോഴും കാണും. ചേട്ടൻ ബക്കറ്റും എടുത്ത് വരുന്നത് കോഴികൾക്ക് താറാവിനൊന്നും കാണുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഓടി വരും. ഇതോ വരുന്നു. തലയിൽ നിന്നിടിച്ചു. ഇവിടെ എനിക്ക് ഇത്രയും പൊക്കം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ദൈവമേ, പാപത്തുങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ഹൈറ്റ് തരില്ലേ. എൻ്റെ ഉടുപ്പേ ഇതെന്താ ഇത്? കോഴിലേലോ? കുട്ടാപ്പി പോവാണോ? കുട്ടാപ്പി പോവാണോ? കുട്ടാപ്പി 150 രൂപ, 150 രൂപ 150 2, 150 രൂപ. നീ പോടാ ഇറക്ക, എന്നെ ലേലത്തിൽ കിട്ടൂലടാന്ന്. നമ്മളാ ലേലത്തിൽ വിളിച്ചോണ്ട് വന്ന കോഴിപ്പെണ്ണ എന്തിടാ? നമ്മൾ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച്. കുഞ്ഞുമുട്ട 50 രൂപ, 100 രൂപ, 150 രൂപ, 150 രൂപ. ഇറക്കി വിടാ ചെറുക്കാൻ. ഇത് കുഞ്ഞുമുട്ട അല്ലടാ, കുഞ്ഞുമുട്ട. അതിനെങ്ങനെ ഇരിക്കണ ഒരുമാതിരി. ഇതേ ഒരുത്തി നിക്കണ. ചേട്ടന്റെ കാലിന് ചോട്ടിൽ എപ്പോഴും ഉണ്ട് ഒരു 50 കോഴി. മുട്ടയിട്ടോ നോക്കല്ലേ, കൊത്തിപ്പൊട്ടിക്കും. ഇല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. നിന്റെ പടയാണോടാ അത്? എന്താ ഒരു സ്നേഹം പടയ്ക്ക. കപ്പളത്തിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ നല്ല തണലുണ്ട്. ആ മേത്തേക്ക് തട്ടി ദേവൻ ചേട്ടൻ അങ്ങോട്ട് പോയാൽ ഒരു 10 കോഴി അങ്ങോട്ട് വരും. എന്നാടി വേണേ? എന്നാടി
എവിടെ കരിങ്കോഴി പോകാൻ നടക്കണ നോക്കിക്കേ. അത് ഇന്നാളെ ഞാൻ കണ്ട, അതവിടെ കിടന്നോട്ടേടാ. ചേട്ടൻ്റെ കൂടെ എല്ലാ കോഴികളും വാലേ വാലേ പോവാണേ. എൻ്റെ കാലിന് എന്നടാ പറ്റേ, ഇവരെല്ലാം കാലിൽ ചാണകമാണ്. ഇതാ അമ്മയും കുഞ്ഞുങ്ങളും. നമ്മുടെ അമ്മപ്പെണ്ണും 2 കുഞ്ഞു പിള്ളേരും. ബാ ബബ 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 ബബ. ഇതാരിതാ? 2 കുഞ്ഞാന്മാര്, കളറുള്ള കുഞ്ഞാന്മാരാണല്ലോ. പൂവന്മാരാണോ 2 പേരും? ഇതാരിതാ? ചേട്ടാ ഇത് പോകും കുഞ്ഞുങ്ങളാണോ ചേട്ടാ? ഹലോ. പി 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 പി. എന്നടാ നോക്കണേ? എന്നടാ നോക്കണേ? ചേട്ടൻ കോഴിക്ക് തീറ്റ കൊടുക്കുക. തീറ്റ കൊടുത്തോ ചേട്ടാ? വെള്ളമാണോ ഒഴിച്ചേ? നമ്മുടെ അലങ്കാരക്കോഴിപ്പൂനെ കണ്ട, അവന് തലയിൽ തൊപ്പി പോലെയൊക്കെ തൂവല് വന്ന് നല്ല രസമായി കാണാൻ. അത് നമ്മുടെ ചുണ്ട് വെട്ടിയൊരു കോഴീനെ നമ്മളെ ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടെന്ന് ഓർക്കണ്ടോ? അവന് നന്നിട്ട് ഹൈറ്റ് വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരിങ്കോഴിപ്പൂവൻ കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിച്ച കരളിയിൽ നിന്ന് വാങ്ങിയ ഓറഞ്ച് കോഴിപ്പൂവൻ. അപ്പോൾ ചേട്ടൻ എന്താ തീറ്റയൊക്കെ ആയിട്ട് വരുന്നുണ്ടേ. അത് കണ്ടു കഴിഞ്ഞാൽ കോഴികളെല്ലാം ചേട്ടൻ്റെ കൂടെ കൂടും. ഇതെല്ലാവരും ഓടിക്കൂടിയിട്ടുണ്ട് കേട്ടോ. താറാവ് തീറ്റയൊക്കെ തിന്ന് വിശ്രമിക്കാന്നോ? അത് സ്നേഹമല്ല. എന്നാ ഒന്ന് പിടിച്ചേ. അവനെ പിടി, അവനെ. ഹോട്ടൽ വേസ്റ്റാണ്. ചിക്കനൊക്കെ ഉണ്ടല്ലോ. താറാവേ വാ. അതിലോ അതാ വഴി. ഞാണ്ട് ആ കൽക അതിനകത്തായിപ്പോയി പാവം. ആ അവർക്ക് വഴി അറിയില്ല. അവൻ പോയി വഴി കാണിച്ചോണ്ട് വരട്ടെ. ആ താറാമേനെ വിട. ഒരു താറാവ് വന്നാ പിന്നെ ബാക്കി താറാവ് പുറകെ വരും. അതിന്റെ കാലിന് എന്നാ ചേട്ടാ പറ്റിയേ? ഇവൻ ഇറങ്ങിപ്പോന്ന്. അകത്ത് കൊടുക്കണ്ട, ഇങ്ങോട്ട് വന്നോളൂ. ഇവിടെ കൊടുക്കാം. മുട്ടയിട്ടല്ല, തീറ്റ കൊണ്ടുകൊണ്ട് ചാടിപ്പോന്നായിരിക്കും. മുട്ടയിട്ടില്ല.
മുട്ടയിടാൻ കയറിയ പെണ്ണ് പറഞ്ഞു അവിടെ തീറ്റ കൊടുക്കണ്ടെന്ന്. മുട്ടയിടാൻ കയറിയ എന്റെ കാല് വയ്യടാ. നീ ഒന്നും അനങ്ങാണ്ടിരിക്കണേ. നീ അക്കപ്പം ആലെ പിടിച്ച് വലിക്കണ എന്തിനാണ്? രാവിലെ തന്നെ മഴയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതേ മഴക്കാറ് കയറി. പെയ്യട്ടെ പെയ്യട്ടെ. തുണി മുകളിലിട്ടിട്ടുണ്ടോടാ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ്. നല്ല രസമില്ലേ കാണാനായിട്ട്? എപ്പോഴും അടുക്കളയിൽ ശരിയാട്ടെ. ഇവനെ പിടിച്ചിട്ട് കൊറേ നാളെ. ഇവനൊരു ഉമ്മ കൊടുക്കട്ടെ. എന്നാടാ ഇവൻ പണ്ട് എന്റെ കൂടെ വീഡിയോക്ക് ഇൻട്രോ പറയാൻ കൂടിക്കൊണ്ടിരുന്ന ഇവൻ. ഇവൻ കണ്ടാ പോലെ ഒരു മൈൻഡില്ല. അന്ന് അവനെ വെളിയിലാ വിട്ടോണ്ടിരുന്നെ. അന്ന് അവന്റെ ചുണ്ടൊക്കെ കൊത്തി പിടിച്ചില്ല. ആ പഴുത്തിരിക്കുന്ന സാരമില്ല. ഇവനെ വെളിയിലിട്ടോണ്ടിരുന്ന സമയത്ത് ഇവന് ഈ എന്തുവാ മാക്കൂന്റെ തീറ്റ തിന്നാൻ എപ്പോഴും ഇവൻ ആ മേശ കയറി നിൽക്കുമായിരുന്നു. അന്നേരം ഇവൻ പിടിപ്പിക്കുമായിരുന്നു. പറ്റി അപ്പൊ ഇവൻ പിടിപ്പിക്കുമായിരുന്നു കള്ളൻ. അവനെ തീറ്റ തിന്നാൻ ഇറക്കി വിടാ. ഇപ്പൊ ഇവൻ പിടിപ്പിക്കത്തില്ല. ഇവന് ഭയങ്കര ഗമയായിപ്പോയി. ഗമ അമ്മല് ചേട്ടായി ആയിപ്പോയി എന്നാ പറഞ്ഞേ. കുഞ്ഞുമുട്ടയ്ക്ക് നല്ല കളറായിരുന്നല്ലോ. ഇതെന്നെ കഷ്ടം. എടുക്കാനും കൊള്ളു ഇപ്പൊ ഒറ്റണത്തിന്. നമ്മുടെ ചേട്ടത്തിൽ അവളാണോ ചാടി അതിനകത്ത് കാടിവെള്ളത്തില്? അവൻ എന്നെ തൊടിയിക്കില്ല. അവനെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത്. തീ പോലെ ഇരിക്കണവൻ. ഞാൻ ഈ വാലില്ലാത്ത കോഴിനൊക്കെ എന്നെ തൊടിയിച്ചോണ്ട്. ഇവനെ തീ പോലെ ഇരിക്കണവൻ. തല മാറ്റിക്ക്. ഇവൻ തീ പോലെ ഇരിക്കണവനാ. തീ പോലെ ഇരിക്കണവൻ. ഇറക്കി വിട. അത് ഗിനിക്കോഴിയാ. ഗിനിക്കോഴിയുടെ സൗണ്ടാ അത്. എന്ത് കണ്ടാലും പൂച്ചേനെ കണ്ടാലും എന്ത് കണ്ടാലും അവൻ ഒച്ച എടുത്തോളൂ. നമുക്ക് 2-3 വാങ്ങി വരണതിന്. വല്ലാതെ ഒച്ച എടുക്കും അത്. ഇന്ന് പൂച്ചേനെ കണ്ടപ്പോ അവന്റെ ഒച്ച ആക്കണമായിരുന്നു. മിടുക്കൻ. ചേട്ടാ ഞങ്ങൾക്കില്ലാന്ന് അതേ വന്നു കൂടെ. ഞങ്ങൾക്കത് വേണ്ട ചേട്ടാ. ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഫുഡ് മതിയെന്ന്. ഇതേ പൂവൻ എന്തോ പറഞ്ഞോണ്ട് പോണേ. ഒരു പൂവൻ എന്തോ പറഞ്ഞോണ്ട് ഓടിപ്പോയി. ചേട്ടാന്ന് വിളിച്ച് ദേ വന്നു നിൽക്കണല്ലോ അങ്ങടെ. കാണട്ടെ. ഏത് വെള്ളാണേലും വേണ്ടില്ല. ചേട്ടാന്ന് നിന്നെ കണ്ടാ അപ്പൊ പിന്നെ നിൽക്കില്ലടാ. താറാമ പോയിന്ന് തിന്നുക. താറാമയ്ക്ക് അറിയാം തിന്നില്ലെങ്കിൽ ഇനിയൊന്നും കിട്ടൂലെന്ന്. ഏതാ അത് പാവാടാ. എടാ മറിഞ്ഞു വീഴൂടാ. കപ്പളങ്ങ വറക്കണ്ട. അതവിടെ കിടക്കട്ടെ. ഒരു കറി ഇല്ലാത്തപ്പോ ഒരു കപ്പളങ്ങ വറച്ച് തോരൻ വയ്ക്കും. അത് പറിച്ചു പപ്പ 3 അവിടെ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരി വിഷമാവട്ടെ. ചേച്ചിമാരെ മാറിക്കേ. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുവാണോ? കുഞ്ഞുങ്ങളൊക്കെ കിടക്കുക. ഇവർക്ക് വാഴയില ഭയങ്കര ഇഷ്ടമാണ് 2 പെണ്ണുങ്ങൾക്കും. നമ്മുടെ കപ്പ 4 കപ്പ നട്ടതിൽ 1 കപ്പ മാത്രം പിടിച്ചു. ആ കപ്പ വലുതായി വന്നു. ആ കപ്പയുടെ തണ്ട് നമുക്ക് നടാനായിട്ടെടുക്കാം. കപ്പ പറിക്കുമ്പം ഈ കപ്പയുടെ തണ്ട് നമുക്ക് നടാനായിട്ടെടുക്കാം. പിന്നെ നമ്മുടെ മുരിങ്ങാട്ടോ. നമ്മുടെ മുരിങ്ങ സെറ്റപ്പായി. ആരും കണ്ടില്ലല്ലോ നമ്മുടെ മുരിങ്ങ സെറ്റപ്പായി വന്നിട്ടുണ്ട്. കണ്ട നമ്മുടെ മുരിങ്ങയ്ക്ക് ഇവിടെയൊക്കെ വെച്ചിട്ട് പുതിയ
കാനിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുതുതായിട്ട് തളിർപ്പ് വന്നിട്ടുണ്ട്. അത് വലിയ എകരമൊക്കെ ആയിട്ട് മാറിക്കോളും. ഇതുണ്ടോ, മുരിങ്ങ പൊങ്ങിപ്പോയി. താറാമ്മ സ്പൈക്ക് ചെയ്താ നടക്കുന്നത്. താറാമ്മ എത്ര തീറ്റ തിന്നാലും താറാമ്മയുടെ വർഗത്തിൻ്റെ കൂടെ നടക്കത്തുള്ളൂ. അത് ഇവള് കരിങ്കോഴിപ്പട. അതേലും ഊന്നല്ലേ. ഇതേ ആട് വന്ന് കടിച്ചു തിന്നതാ ഇത്. ആ ആട് ഇത് തണ്ട് കടിക്കും. ഇവിടെ ഈ പെണ്ണാ കടിച്ചത്. ഈ പെണ്ണ്, ഈ കള്ളിപ്പെണ്ണ. ആർക്ക് കൊടുക്കാനാ? ആ ഇവൻ ജുങ്കിളാണോ ഡുങ്കിളാണോ? ഇവൻ ഡുങ്കിളാണോ ജുങ്കിളാണോടാ? ആ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള കറികളിലെ ഒരുക്കങ്ങളിലേക്കൊക്കെ കടന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കി. ഉപ്പുമാവ് ഇരിപ്പുണ്ടെങ്കിൽ അപ്പം ചോറ് കറി നമ്മൾ രാവിലെ മീൻ ഇക്ക വന്നപ്പോൾ നമ്മൾ മീൻ വാങ്ങിയായിരുന്നു. വാളമീനാണ് വാങ്ങിയത്. അപ്പം അതിൻ്റെ പകുതി എടുത്തിട്ട് 2 കിലോ എങ്ങാണ്ട്, 2 എങ്ങാണ്ടുണ്ട്, 400 ഉണ്ടായിരുന്നു. 2.5 കിലോ എടുത്ത് പകുതി മീനെടുത്ത് നമ്മൾ കറി വെച്ചു. പകുതി മീനെടുത്ത് കറി വെച്ചു, പകുതി മീനെടുത്ത് ഫ്രീസറിൽ വെച്ചു. പിന്നെ ഇച്ചിരി പച്ചക്കറി എന്തായാലും വേണ്ടേ. അപ്പം അതിന് വേണ്ടി നമ്മൾ റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വന്ന വഴിക്ക് നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പച്ചപ്പയർ വാങ്ങിയിട്ടുണ്ട്. പച്ചപ്പയർ മെഴുക്കുവരട്ടിയല്ല, തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. എണ്ണ കുറച്ച് ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട്, തേങ്ങ ഞാൻ ചിരകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ചിരകി അങ്ങനെ എടുത്ത് വെക്കുവേ. പെട്ടെന്നൊരു കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി പുട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് തേങ്ങ പിന്നെ പൊട്ടിക്കണം, ചിരകണം, ഇതിനൊന്നും പോവണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും പോവണ്ട. അപ്പം അതിന് വേണ്ടി ഇച്ചിരി തേങ്ങ ചിരകി എപ്പോഴും ഞാൻ ഇങ്ങനെ വെച്ചേക്കും. ഇല്ലെങ്കിൽ പിന്നെ ചേട്ടന് പണിയാണ്, ചേട്ടനെ കൊണ്ട് ചിരകിക്കേണ്ട വരും. അത് ഒഴിവാക്കാൻ ഞാൻ ചിരകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്തിട്ട് പയർ ഞാൻ ഈ വീട്ടിൽ വന്നത്. പിന്നെ തോരൻ പച്ചപ്പയർ മെഴുക്കുവരട്ടി അല്ലാതെ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇന്ന് ഇച്ചിരി പച്ചപ്പയർ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം മീൻകറി അടുപ്പിലിരുന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. വാളയാണ്, വാള, ആറ്റുവാള. അപ്പോൾ തോരനായതുകൊണ്ട് ഞാൻ പയറിങ്ങനെ ചെറുതായിട്ട് അരിയുന്നത്, ഒത്തിരി നീളമില്ലാതെ അരിയാണ് കേട്ടോ. ഇതുപോലെ അരിയുന്നത് കണ്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല യെല്ലോ കളറിൽ. പണ്ട് അപ്പ ഇതുപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള കറി. അപ്പോൾ അതാ വെറുതെ ഇങ്ങനെ വെച്ച് വേവിച്ചാൽ അതൊരു പയർ മെഴുക്ക് പുരട്ടിയാവും. എന്നാൽ അതിലേക്ക് അല്പം തേങ്ങ കൂടി ചേർത്താൽ പയർ തോരനാകും. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി വെന്ത് കഴിയുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. വേറെക്കറിയുന്നു നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അതാ നമ്മുടെ പച്ചപ്പയർ തോരൻ ഇവിടെ റെഡിയാക്കിയിട്ട്, ഞാൻ പച്ചപ്പയർ അങ്ങനെ തോരനൊന്നും വെക്കാറില്ല. ഞാൻ പൊതുവേ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറില്ല. ചേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, എന്നും ചേട്ടനാണ് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയണേ. ഞാൻ തോരൻ പച്ചപ്പയർ ഇവിടെ ഇപ്പോൾ വെച്ചത് ആദ്യമായിട്ടാണ്. ഞാനിങ്ങനെ, എനിക്ക് തേങ്ങ ഒഴിച്ചുള്ള കറിയൊന്നും ഇഷ്ടമല്ല. നല്ലതാണോ? നല്ലതായോ? സത്യമായിട്ട് നല്ലതായോ? ചുമ്മാ പറഞ്ഞോന്നല്ല, സൂപ്പറാ. വീട്ടിലുണ്ടാകുന്ന കഴിക്കും തേങ്ങയിട്ട്. നല്ല സാധനം കേട്ടോ. ഞാൻ അതിന്
വരുന്നു. കറി വെക്കാൻ അറിയാം. സമയം എടുത്ത് കറി വെക്കണം. നമ്മൾ ഏത് കറി വെച്ചാലും മീൻകറി അല്ലെ ഇറച്ചിക്കറി എന്ത്. മീൻകറി നല്ലതാന്ന് ചേട്ടൻ ആദ്യ അഭിപ്രായം പറഞ്ഞു കേട്ടോ. മീൻകറി ഇന്ന് വെച്ച മീൻകറി നല്ലതാന്ന് ചേട്ടൻ പറഞ്ഞു. നമ്മുടെ മീൻകറി ഇപ്പൊ ഫ്രിഡ്ജിനകത്തിരുന്ന മീനെടുത്ത് ചേട്ടൻ വറക്കുക. കുറച്ച് മീൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചേട്ടൻ ഇരുന്ന് വറക്കുവാണ്. പിന്നെ ചോറ് ഇന്ന് നമ്മള് റേഷനരിയാണ് ചോറായിട്ട് വെച്ചത്. റേഷൻ വെള്ളരി. മീൻകറി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാ പിന്നെ റേഷനരി വെക്കാം. റേഷൻ വെള്ളരി നല്ല സൂപ്പർ അരിയാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിനകത്ത് മുറുക്ക പിടിക്കണേ, ഒന്ന് പരത്തി പിടിക്കാതെ. എന്നാ എവിടെ പോവാ? ഇത് പിടിച്ചാ മതി ചേട്ടാ. ഇങ്ങനെ അങ്ങ് പിടിച്ചാ പോരെ, ഗ്രിപ്പ് കിട്ടണില്ല. ആ സ്മെല്ല് വരുമ്പോൾ തന്നെ ഒരു ഈ ചോറിൻ്റെ ഇതാ തമസല്ല. കാരണം നമ്മൾ വില കൂടിയ അരിയായാലും എല്ലാവരും ശരി ഈ റേഷൻ കടയിൽ വന്ന വെള്ളരി ഉണ്ട്. ആ വെള്ളരി വെള്ളം തിളച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഇടുക. ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. 5-6 മിനിറ്റ് തിളപ്പിക്കുക. എടുത്ത് വെച്ചേക്കുക. അതിൻ്റെ ഇടയ്ക്ക് നോക്കണം, വെന്ത് പോവല്ല. ചിലപ്പോൾ വെന്ത് പോകും. കറക്റ്റായിട്ട് നമ്മൾ ഞാൻ വേവിച്ചാൽ കുഴഞ്ഞിരിക്കും. ഇത് കുഴഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇത് എന്നാന്ന് പറയാം, ഇത് ഇങ്ങനെ ഇരിക്കും, അടിയിലേക്ക് ബന്ധു പോകും. ശരിയാ. നാളത്തേക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പച്ചരി കുതിരാൻ വെച്ചിരിക്കും. എന്താ ചെയ്യണ്ടേ? ചോറ് വന്നാൽ അടുത്ത വഴി നോക്കാം. ചോറ് കഴിക്കാം. ചേട്ടൻ്റെ മേത്ത് കുമ്മായം കുമ്മായം കുമ്മായം. ചേട്ടൻ പോണ വഴിയിൽ എന്തൊക്കെയുണ്ടെന്ന് ചേട്ടന് പോലും അറിഞ്ഞു. നമ്മുടെ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരു ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആ ചക്ക അരിഞ്ഞ് കുറച്ച് വറക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പം ആ സമയത്തെ നമ്മുടെ പുറത്തെ അന്തരീക്ഷമൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കുഞ്ഞാപ്പുവാവ ഇവിടെ ഉണ്ട്. അപ്പോൾ ദാ മഴയൊക്കെ നനഞ്ഞ് കുടയൊക്കെ ചൂടി തിളക്കുന്ന ചേട്ടനെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും സുഹൃത്തുക്കളെ, കഴിയും. നല്ല സൂപ്പർ ഒരു മഴയാണ് പെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളി ഒരു മഴ, നല്ല അടിപൊളി ഒരു മഴ പെയ്യുന്നുണ്ടേ. നോക്കാം ചേട്ടൻ പടത കീറാതിരിക്കാൻ ചേട്ടൻ വലിയ 2 കല്ലൊക്കെ കെട്ടി നോക്കിയിട്ടേക്കുക. എൻ്റെ മാക്ക് നിൽക്കണുണ്ട്. എൻ്റെ മാക്കുവിന് ഇച്ചിരി കഞ്ഞി കൊടുക്കണം ഇനി. അയ്യോ, ആ പിള്ളേർ വെള്ളത്തിൽ കൂടെ നനഞ്ഞു കിടക്കണമൊക്കെ. കുട്ടാപ്പേ വാ വാ, കുട്ടാപ്പിയേ വാ. കുഞ്ഞാപ്പ ഇവിടെ കയറി പറ്റി. കാറ്റും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും this is signing off Bingo's Dreams. Bye.